പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയുടെ കേസ് നവീൻ ഏറ്റെടുത്തിരിക്കുകയാണ്. മുത്തശ്ശൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മകനാണ് നവീന്. കൂടാതെ നമ്മുടെ അഭിയുടെ ഭാര്യയായിട്ടുള്ള നവ്യയുടെ ഫ്രണ്ട് കൂടെയാണ് നവീന്. അങ്ങനെ അനിയുടെ കേസ് വളരെയധികം ഒരു ത്രില്ലിംഗ് ആയിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് നവീന്. മുത്തശ്ശിക്കും അതുപോലെ അനന്തപുരിയിലുള്ള എല്ലാവരും കോടതിയിൽ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അനന്തപുരിയിലോട്ട് വരികയാണ്. അങ്ങനെ നേരെ മുത്തശ്ശനെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് മുത്തശ്ശീൻ്റെ ആ ഒരു ടെൻഷനൊക്കെ മാറ്റിയിട്ട് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അനാമിക നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കും പറയുക. നിങ്ങൾ ഗാർഹിക പീഡനം നടത്തിയിട്ടുണ്ട് എന്നും മുത്തശ്ശിയെ അനാമികയെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് എന്നും അടിച്ചിട്ടുണ്ടെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ കള്ളത്തരം പറയും. പക്ഷേ അതിനൊക്കെ മുത്തശ്ശനെ കണ്ട് പഠിച്ചിട്ട് തക്കതായിട്ടുള്ള മറുപടി തന്നെ അവിടെ കൊടുക്കണം. അതെന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. മുത്തശ്ശി പേടിക്കരുത്. പതർച്ചയില്ലാതെ വേണം കോടതിയിൽ നിൽക്കാൻ. അവളെ നമുക്ക് നേരിടണം. അല്ലെങ്കിൽ മുത്തശ്ശൻ പിന്നെ എന്നെ കോട്ടിടാൻ അനുവദിക്കില്ല. അത്രയ്ക്കും ഒരു താല്പര്യത്തോടെയാണ് മുത്തശ്ശൻ ഇത് ജയിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം നവീൻ പോകാൻ നിൽക്കുന്ന സമയത്താണ് അഭിയും നവ്യയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയത്ത് അഭി നവീനോട് പറയുന്നുണ്ട്, നവീനാണല്ലേ, നവ്യ എന്നോട് പറഞ്ഞിരുന്നു നവ്യയുടെ ഫ്രണ്ടാണ് എന്നുള്ളത്. പിന്നെ മുത്തശ്ശൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മകനും കൂടെയാണല്ലോ, അനിയുടെയും സുഹൃത്താണല്ലോ, എനിക്കറിയാം. നമ്മളിതുവരെ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. ഏതായാലും കണ്ടതിൽ വലിയ സന്തോഷം. പക്ഷേ നവീനോട് ഞാൻ ഒരു കാര്യം പറയാം. അനാമിക എന്ന് പറയുന്നവരുടെ കാര്യത്തിൽ ഇടപെടുന്നതൊക്കെ പക്ഷേ ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തൂങ്ങാനേ സാധ്യതയുള്ളൂ. വെറുതെ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്കൊരർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അവർ ആവശ്യപ്പെടുന്ന തുക കൊടുത്തിട്ട് പിന്മാറുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലൊക്കെ അഭി പറയുന്നുണ്ട്. ആ സമയത്ത് നവ്യനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇത് നിൻ്റെ ഭർത്താവന്നല്ലേ, അല്ല നിൻ്റെ ഭർത്താവ് ഈ കുടുംബത്തിലുള്ളതല്ലേ, നവ്യെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അത്ര പോലും ഇവൻ സംസാരിക്കുന്നില്ലല്ലോ. ഏകദേശം ഇവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്ക് പിടികിട്ടി. അല്ല ഇയാൾക്ക് എന്താ ഇപ്പം ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഇത്ര ടെൻഷൻ, അല്ല താൻ എന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എന്തായാലും അനന്തപുരിക്കാരെ സംരക്ഷിക്കാനല്ലേ നോക്കുകയുള്ളൂ, അല്ലാതെ അവളെ സംരക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ ആർക്കായാലും ദേഷ്യം പിടിക്കുമല്ലോ. കാരണം അനാമിക എന്ന് പറയുന്നവളുടെ ഭർത്താവാണ് അനി മറ്റൊരുത്തിയെ പ്രണയിച്ച് നടക്കുന്നത് ഒരു ഭാര്യമാർക്കും സഹിക്കാൻ പറ്റില്ല. അത് അറിയുമ്പം ഏത് പെൺകുട്ടിയായാലും ഇങ്ങനെയൊക്കെ ചെയ്തു പോവല്ലോ, അത്രയ്ക്കെല്ലാ പെൺകുട്ടി ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ അഭി പറയുന്നത്, എന്തൊക്കെ തന്നെ ആയാലും ഇങ്ങനെ ഇല്ലാത്ത മുത്തശ്ശീൻ്റെ പേരിലൊന്നും കേസ് കൊടുക്കാൻ പാടില്ല. അതെന്തായാലും ദൈവത്തിന് നിരക്കാത്ത കാര്യം തന്നെയാണ്. അതിനൊക്കെ എന്തായാലും തിരിച്ചടി കൊടുത്തേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവീൻ പറയുന്നുണ്ട്, എനിക്ക് ഇവൻ്റെ സംസാരം കേട്ടിട്ട് തോന്നുന്നത് ഇവൻ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്, അല്ലാതെ ഇവൻ എന്നെ ഇതിൽ നിന്നും വിലക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നില്ല. അല്ല ഇനിയിപ്പോൾ അനാമികയുടെ പിന്നാലെ നീ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നവീന് അഭിയുടെ ആ ഒരു സംസാരത്തിൽ ഒരു തെറ്റിദ്ധാരണയൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സമയത്ത് നവീനോട് ആദർശിൻ്റെ ആ ഒരു കുഞ്ഞിനെക്കുറിച്ചും ചന്തുമോളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ ഇതിനു മുമ്പും കുറച്ച് കഥകളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ മൊത്തത്തിൽ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ആദർശേട്ടൻ എന്തായാലും തെറ്റ് ചെയ്യാൻ വഴിയില്ല. പക്ഷേ ആദർശേട്ടൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കുടുങ്ങണ്ട എന്ന് കരുതിയിട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാവേണ്ട എന്ന് കരുതിയിട്ട് എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം ആദർശേട്ടനുണ്ട്. അപ്പം അക്കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഉള്ളത് തുറന്ന് പറയാലോ, നിൻ്റെ ഭർത്താവിനെ എനിക്കത്ര ഡൈജസ്റ്റ് ആയിട്ടില്ല. ഏതായാലും അഭിയെയും ഞാനൊന്ന് നോട്ടം ഇട്ടിട്ടുണ്ട്. ഏതായാലും നീ മുമ്പൊക്കെ പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് ഓർമ്മയുണ്ട്. ഈ അഭിയുടെ അമ്മയും ചേർന്ന് നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള കഥയൊക്കെ പറഞ്ഞത് എൻ്റെ മൈൻഡിലുണ്ട്. ഏതായാലും അവരെയും ഞാനൊന്ന് നോട്ടപ്പുള്ളിയായിട്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവീൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് അഭിക്കും അവൻ്റെ ആ ഒരു സംസാരത്തിൽ വളരെയധികം ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ അനാമികയും അഭിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ തെളിയുമോ, ഈ ചന്തുമോളുടെ കാര്യം വരെ ഇവൻ ഇതിലേക്ക് എടുത്തിടുമോ എന്നുള്ള ഒരു ഭയം നമ്മുടെ അഭിക്കുണ്ടായിരുന്നു. അങ്ങനെ നവീന് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോയിട്ട് ഈ അഭി സംസാരിച്ച കാര്യങ്ങളൊക്കെ മുത്തശ്ശനുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശ അവന് ഇതിലൊരു പങ്കുണ്ടോ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ട്. ഇനി അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ അനാമികയായിട്ടുള്ള കോളിങ്ങും പോകുന്നതും ഒക്കെ മൊത്തത്തിലൊന്ന്
ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ, കാരണം അത്തരത്തിലായിരുന്നു അവൻ്റെ സംസാരം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശനും പറയുന്നുണ്ട്, അതെ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴും അവനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അവനെയും വിടണ്ട. അവൻ ഇതിൽ നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെയും ഇതിൽ കൊടുക്കണം. അല്ലാതെ അനന്തപുരിക്കാർ ആ ഒരു വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരാൾ അനന്തമൂർത്തി സാറെ ചതിക്കുക എന്ന് പറഞ്ഞാൽ അത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ് നവീൻ്റെ മുത്തശ്ശൻ. ആ സമയത്ത് നവീനും പറയുന്നുണ്ട്, അതെ എൻ്റെ മൈൻഡിലോട്ടും അതിനാണ് വന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അവനെയും ഞാൻ ഇതിൽ ചേർത്തിരിക്കും, എന്നിട്ട് അവനും നല്ലൊരു മുട്ടൻ പണി കൊടുത്തിരിക്കും. ഏതായാലും അവൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഞാൻ ഒന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ തീരുമാനം എടുക്കുകയാണ് നവീൻ. എന്നിട്ട് നവീൻ ഇക്കാര്യത്തെക്കുറിച്ച് നവ്യയോട് ഒരു സൂചന കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നവ്യ. എന്നിട്ട് നവ്യ അബിയോട് ചോദിക്കുന്നുണ്ട്, അല്ല അബി, നീ ഇതിൻ്റെ പിന്നിലൊന്നും നടന്നിട്ടില്ലല്ലോ. നവീന് നിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നവീൻ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇനി നീയും അനാമികയും ചേർന്ന് എന്തെങ്കിലും ഒരു ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവ്യ.